ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞായറാഴ്ച വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, വൈകുന്നേരമായപ്പോൾ ചോറ് വയ്ക്കലും പിന്നെ അരിയരക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് വീഡിയോ ആക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ ഒരു കണ്ടൻറ്റായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയല്ലേ നമുക്ക് വീഡിയോ ഇടാനുള്ളൂ. അപ്പോൾ അമ്യൂസ് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സീൻ്റെ ജാറിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ അരിയൊക്കെ അരച്ചെടുത്തു. പിന്നെ പതിവ് പോലെ തന്നെ അരി അരച്ച വെള്ളമൊക്കെ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് അത് കുറുക്കിയിട്ട് അപ്പത്തിനാണ് അരി അരയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകിയെടുക്കുകയാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴുകിയെടുക്കാനൊക്കെ ഇത്തിരി മടിയാകും. അരി അരച്ചതിൻ്റെ അതൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കും. വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇങ്ങനെ കഴുകുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ ഇങ്ങനെ അരി കഴുകാൻ പറയുന്ന സമയത്ത് അമ്മ പറയും ഒരു 3 പ്രാവശ്യമൊക്കെ അരി കഴുകാൻ. ഞാൻ ഒറ്റ പ്രാവശ്യം കഴുകിയിട്ട് ഉമ്മാനോട് പറയും കഴുകിയമ്മ 3 പ്രാവശ്യം കഴുകിയെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ പക്ഷെ അങ്ങനെയൊന്നുമല്ല, ആരും പറഞ്ഞൊന്നും തരണ്ട, 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ കഴുകാറുണ്ട്. പിന്നെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണ്. ഉച്ചക്കത്തെ മീൻകറിയൊക്കെ വൈകുന്നേരത്തേക്ക് ബാക്കിയുണ്ട്. അപ്പോൾ രാവിലെ ഉമ്മയും മക്കളും ഉപ്പയൊക്കെ രാവിലെ നേരത്തെ പോകും. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനും പിന്നെ നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സാമ്പാർ ഒരു ചട്ടി നിറയെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ നല്ല വറുത്തരച്ച സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാമ്പാർ ഇങ്ങനെ നല്ല വെള്ളം പോലെ വെക്കുന്നതാണ് ഇഷ്ടം. തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടെങ്കിലും ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാവില്ല അതുപോലെ നല്ല വെള്ളം പോലെ സാമ്പാർ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാർ കൊണ്ടുപോയിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറും കറിയൊക്കെ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉപ്പ കുട്ടി പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടി പൊറോട്ടയും ബീഫ് കറിയും പിന്നെ അതിൻ്റെ കറിയൊക്കെ ആയിട്ട് പൊറോട്ടയ്ക്കുള്ള കറിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ പറയായിരുന്നില്ല ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോറ് വെക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ഉപ്പാനോട് പറഞ്ഞെങ്കിലും എല്ലാവരും കൂടിയിട്ട് പൊറോട്ടയെ കൂടിയിട്ട് കഴിച്ചു. പൊറോട്ടയും പിന്നെ അതിൻ്റെ കറികളും പിന്നെ മീനുണ്ടായിരുന്നു, മീൻ വറുത്തത്, കറി, ചോറ് അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ രാത്രിയത്തെ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.